തേങ്ങ അരച്ചു വെച്ച മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഞാൻ സ്റ്റൗവിൽ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഉലുവ സവാള ചേർക്കാം. ഞാനൊരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് ചേർക്കുന്നത്. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു വലിയ തക്കാളി, ഇവയെല്ലാം ചേർക്കണം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് സമയത്തേക്ക് നമുക്കിത് അടച്ചു വെക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ചു വെക്കുന്നത്. ഇനി ഈ അടപ്പൊന്ന് തുറക്കാം. തക്കാളി, ഉള്ളി ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ പുളിയുടെ വെള്ളം പിഴിഞ്ഞെടുത്ത വെള്ളം ചേർക്കാം. ഇതിൻ്റെ ജ്യൂസ് പിഴിതെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അല്പം ഉപ്പ് ചേർക്കാം. ആദ്യം ഒരല്പം ചേർക്കാം. പിന്നെ നമ്മൾ തേങ്ങ അരച്ച കൂട്ട് ഇതിലോട്ട് ചേർത്തതിന് ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾക്ക് 2 ഗ്ലാസോളം വെള്ളം ചേർക്കാം. ഇനി ഈ കറിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം. ഇതിനായി ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് ഈ ബ്ലെൻഡറിലോട്ട് ഇടണം. ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ വലിയ ജീരകം, ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇനി ഇത് അരപ്പ് തയ്യാറാക്കാൻ വേണ്ട വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായി അരച്ചെടുക്കണം. ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. കറി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 മീഡിയം സൈസ് മീനാണ് എടുത്തിട്ടുള്ളത്.
കിങ് ഫിഷ് വേണമെങ്കിൽ കിങ് ഫിഷ് യൂസ് ചെയ്യാം, മാക്കറൽ യൂസ് ചെയ്യണമെങ്കിൽ മാക്കറൽ യൂസ് ചെയ്യാം. ഇനി ഓരോന്നായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. നമ്മൾക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും വലിയ ജീരകവും വെള്ളവും തേങ്ങയും ചേർത്തിട്ട് അരച്ചതാണ്. ഈ കൂട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കൂട്ട് ഒഴിച്ചതിന് ശേഷം കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിനു മുമ്പായി ഉപ്പ് കൂടുതലാണോ കുറവാണോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത്. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത്രയും വലിപ്പത്തിലുള്ള മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി സെർവ് ചെയ്യാം. കറി റെഡിയായി. ഞാനിതൊരു ബൗളിലോട്ട് സെർവ് ചെയ്യുന്നുണ്ട്.